ഗൈസ്, അങ്ങനെ ബിഗ് ബോസ് എവിക്ഷൻ ഇന്ന് നടന്നിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷൻ. ആദിലയാണ് ഇന്ന് ഔട്ടായി പോയിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ആദിലയുടെ വോട്ട് കൂടെ ഇനി നൂറയ്ക്കാണ് കിട്ടാൻ പോകുന്നത്. സോ ആ ഒരു പോസിബിലിറ്റി നമ്മൾ കണ്ടുകൊണ്ട് നെവിൻ ഫാൻസ് എല്ലാവരും നെവിന് വോട്ട് ചെയ്യുക കേട്ടോ. അത് മറക്കാതെ ചെയ്യുക. അത് പറയാൻ കൂടിയിട്ടാട്ടോ ഞാൻ വന്നത്. അതുപോലെ ഇന്നത്തെ ആ ഒരു അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉള്ള ആ ഒരു വീഡിയോസ്, കുറച്ച് കുട്ടി കുട്ടി ക്ലിപ്സ് ഒക്കെ അവർ ഇട്ടിരുന്നല്ലോ. അത് നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ലൊരു എൻ്റർടൈനിങ് ആയിരുന്നു. ഇതുപോലെ ആ ബാക്ക് സ്റ്റാബിങ് ചെയ്യുന്ന വീഡിയോ കൂടെ ഏഷ്യാനെറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണം. കാരണം ഇന്നത്തെ ആ ശൈത്യയുടെ കരച്ചിൽ, വിൻസിയുടെ ഓവർ പെർഫോമൻസും ഇതൊക്കെ കാണുമ്പോൾ റിയൽ ആയിട്ട് എന്താ അവിടെ നടക്കണമെന്നുള്ളത് കണ്ടസ്റ്റൻസിന് മനസ്സിലാവുന്നില്ല. ഇവർ പുറത്ത് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ഇവർ ചെയ്തത് തന്നെയാണല്ലോ പറയുന്നത്. അനു ചോദിക്കുന്നുണ്ട്, നീ എന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പിന്നിൽ നിന്ന് എന്തെങ്കിലും കുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശൈത്യക്ക് ആകെ പപ്പ എന്നിട്ട് പിന്നെ കരയും ചെയ്തു ബിഗ് ബോസിൻ്റെ വാണിംഗ് കിട്ടിയതോട് കൂടിയിട്ട്. അപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ശൈത്യ, എന്നിട്ട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബിഗ് ബോസ് ഇത് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് ഹൗസിൽ നിന്ന് പുറത്ത് പോകുമ്പോഴത്തേക്കും ആ ഒരു ബാക്ക് സ്റ്റാബിങ് വീഡിയോ കൂടെ ഇതുപോലെ ഒരു 1 മിനിറ്റ് വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതിൽ ഒന്നിലും ഫൈറ്റിലും ഒന്നിലും ഇല്ലാതെ നടന്നത് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ സാബുമോൻ. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് കഴിയാറായി. അപ്പോൾ ആ ബാക്ക് സ്റ്റാബിങ് വീഡിയോ കൂടെ ഒന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓഡിയൻസ്. ഇവറ്റുള്ള കള്ളക്കരച്ചിൽ കണ്ട് മടുത്തു സത്യത്തിൽ. സോ Nevin fans, don't forget to vote for Nevin.